Hey guys, welcome to the sessions of the CA Intermediate paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AS15 എംപ്ലോയി ബെനിഫിറ്റ്. യെസ്, നമ്മളപ്പം ഓൾറെഡി പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻസിൻ്റെ കാര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിനകത്ത്. അപ്പം ഈ ക്ലാസ്സിനകത്ത് നമ്മൾ DBO, നമ്മൾ ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ്റെ കാൽക്കുലേഷൻ, അത് എങ്ങനെയായിരിക്കും P&L-നകത്ത് വരുന്നത്, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യുന്നത്, കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പം 12 മാസത്തിൽ കൂടുതലാണ്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആക്ച്വറിയുടെ ഇന്ന് റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ട്രൂ ആൻഡ് ഫെയർ വ്യൂ വേണം, പ്രസൻറ്റ് വാല്യൂയിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മുടെ P&L ആൻഡ് ദ ബാലൻസ് ഷീറ്റ്, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ആ ഒരു പീരീഡിൽ ഇൻകം ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും ഇൻകം വേണം, അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂവും തരണം. ഇപ്പം ഒരു എംപ്ലോയി ഒരു 10 വർഷത്തിന് ശേഷമാണ് പിരിഞ്ഞു പോകുന്നത്, നമ്മളപ്പം 50 ലക്ഷം രൂപ കൊടുത്തു വിടുന്നു പിരിഞ്ഞു പോകുമ്പോഴെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു വർഷം, ദ ഫസ്റ്റ് ഇയറിൽ എത്രയായിരിക്കും എമൗണ്ട് വരുന്നത്? 5 ലാക്ക് ആയിരിക്കും വരുന്നത്. ഈ 5 ലാക്ക് എന്ന് പറയുന്നത് ഇതൊരു ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചറിൽ കൊടുക്കുന്ന 50 ലക്ഷത്തിൻ്റെ ഇന്നത്തെ വാല്യൂ ആണ് വരുന്നത്. അപ്പം ഇതിനെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 ലക്ഷത്തിനെ മാറ്റണം. എന്നിട്ടായിരിക്കണം നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് ലയബിലിറ്റി ആയിട്ടും എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ P&L-നകത്തും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ ഈ ആക്ച്വറിയുടെ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് പ്രോജക്റ്റ് യൂണിറ്റ് ക്രെഡിറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ 50 ലക്ഷം ഉണ്ട്, ഈ 50 ലക്ഷത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട്, ഈ കിട്ടുന്ന റിസൾട്ടിനെ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് മാറ്റും. ഓക്കെയാണോ? ഇതിനെയാണ് പ്രോജക്റ്റ് യൂണിറ്റ് ക്രെഡിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെത്തേഡിനകത്ത് ഏതൊക്കെ സ്റ്റെപ്സ് ഇൻവോൾവ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക എത്ര വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ ലയബിലിറ്റി വരും. ഞാൻ ഇപ്പം പറഞ്ഞ കേസിൽ 50 ലക്ഷം രൂപ എംപ്ലോയി പിരിഞ്ഞു പോകുമ്പം 50 ലക്ഷം രൂപ കൊടുക്കും. ഇനി ആ ഒരു ലയബിലിറ്റി സർവീസ് പീരീഡ് 10 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ ബൈ എത്ര? 10, ഇറ്റ് കംസ് ടു 5 ലാക്ക്. ഓക്കെ ആണോ? ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. കറണ്ട് സർവീസ് കോസ്റ്റ് എന്താ? കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ലയബിലിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സ്പെൻസ് ബുക്ക് ചെയ്യും. അപ്പം അത് P&L-നകത്ത് വരുമ്പോൾ ഈ ഇതൊരു എക്സ്പെൻസ് ആണ്, ലൈക്ക് സാലറി. ഓക്കെയാണ്. ഞാനെപ്പോഴും ഈ എംപ്ലോയി ബെനിഫിറ്റ് അങ്ങനെ കുറേ കടുകട്ടി വാക്കുകളൊക്കെ വരുമ്പോഴത്തേന് പറയുന്ന സംഭവം തന്നെ സെയിം സാധനം തന്നെ. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സാലറി എന്ന് അങ്ങ് ഉദ്ദേശിക്കും. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് തീരും. ഓക്കെയാണോ? യെസ്. ഇപ്പോൾ ഇവിടെ കറണ്ട് സർവീസ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓൾറെഡി അലോക്കേറ്റഡ് ബെനിഫിറ്റ് 5 ലാക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണോ? ഈ 5 ലാക്കിനെ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ക്വസ്റ്റ്യനകത്ത് പൊതുവെ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ്? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ ആയിരിക്കും വരുന്നത്. ഓക്കെയാണോ? ഇനി പ്രസൻറ്റ് വാല്യൂവിനെ മറ്റൊരു രീതി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏത് ഫാക്ടറാണ് തരുന്നതെന്ന് നമ്മൾ നോക്കണം. ഓക്കെയാണോ? അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1+ എത്രയാണോ റേറ്റ് വരുന്നത്, റേസ് ടു n, എത്ര ഇയർ ആണ്, ഇതാണ് നമ്മുടെ ഇത് ഫാക്ടർ വരുന്നത്. ഇതിനി നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടറാണ് തന്നേക്കുന്നതെങ്കിൽ അതിനെ സിംപ്ലി 1 ഡിവൈഡഡ് ബൈ അടിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. ഓക്കെയാണോ? അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സിംപ്ലി പോകുന്നത്. നമ്മൾ ആ ഒരു ഫാക്ടറിനെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ആ പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ P&L-നകത്ത് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? എന്നിട്ട് DBO ലയബിലിറ്റി, ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ കൂടും, ആൻഡ് നമ്മുടെ എക്സ്പെൻസും കൂടും. ലൈക്ക് എന്താണ്? സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, നമ്മളുടെ സാലറി പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്തു? കൂടി. ഈ പേയബിൾ നമ്മൾ എപ്പോഴായിരിക്കും പേ ചെയ്ത് തീർക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് 10th ഇയർ. ഞാൻ മുകളിൽ പറഞ്ഞ എക്സാമ്പിളിനകത്ത് അത്രേ കാര്യമുള്ളൂ. ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവിടുത്തെ DBO ഓർ DBP ആ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ്? 5ാമത്തെ ഇയർ, ആ ഒരു ഇയറിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എൻഡിലാണ് കൊടുക്കുന്നത്, അത് മനസ്സിലാക്കുക. എന്താണ്, എന്തൊരു ബോണസാണ്, എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 10% ഓഫ് ദ സാലറി ലാസ്റ്റ് ഡ്രോൺ ഫോർ ദ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്.
എന്ന് വെച്ചാൽ എന്താണ്, അത് ഇയർ 5th ഇയറിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സാലറി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ 5th ഇയറിൽ ആനുവലി നമ്മളൊരു സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാലറി ഉണ്ടല്ലോ, ആ സാലറിയുടെ നമ്മുടെ 10% ഇൻറ്റു എത്ര നാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസിൽ എത്ര 5 ഇയർ മിനിമം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മിനിമം 5 ഇയർ തന്നെ ആയിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുമായിരിക്കും. ഓക്കെയാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 10% ഇൻറ്റു നമ്പർ ഓഫ് ഇയർ കംപ്ലീറ്റ്, ഇതായിരിക്കും എന്ത് കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്. ഇതാണ് കോൺസെപ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പം ഇന്നത്തെ വാല്യൂ ആയിരിക്കത്തില്ല നാളത്തെ വാല്യൂ. അത് നമ്മൾ നമുക്ക് കിട്ടുന്ന ഫിഗറിനെ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് മാറ്റേണ്ടതുണ്ട്. ഇനി ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആണോ, അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ആണോ പോകുന്നതെന്ന് നോക്കുക. ഇപ്പം നമുക്ക് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു എംപ്ലോയിയുടെ പ്രോസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, അയാൾ ഓരോ വർഷവും അയാളുടെ കരിയർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻറ്റ് എംപ്ലോയി ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കമ്പനി വിചാരിക്കുന്നു എത്ര രൂപ, ഒരു 10% നമ്മുടെ സാലറി ഹൈക്ക് ഓരോ വർഷത്തേക്കും കൂട്ടി 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 അങ്ങ് കൊടുക്കാം. ഓക്കെയാണ്, അതിനെയാണ് സാലറി എസ്കലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എടാ ഫസ്റ്റ് ഇയറിൽ 50,000 രൂപ സാലറി ഉണ്ട്, അടുത്ത വർഷം വരുമ്പോൾ ഇതിൻ്റെ 10% ഇൻക്രീസ്ഡ് സാലറി ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് കംസ് ടു 55,000 റുപ്പീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ലോജിക്കലി പോവുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. ഒരിക്കലും സ്റ്റെപ്പ് കാണാതെ പഠിച്ചിട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളാണ് ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മളുടെ ലയബിലിറ്റി എന്താണ്, ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 10% ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ, ഇതായിരിക്കും കോൺസെപ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 5 വർഷമേ ഉള്ളൂ. സോ 50,000 പ്ലസ് 5% പ്ലസ് 10% പ്ലസ് 10% ഇങ്ങനെ പോവാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഇല്ലാതെ ജസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടും പോകാൻ പറ്റും. ഇത് നമുക്ക് എന്താണ്, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ. ഓക്കെ ആണോ? പ്രസൻറ്റ് വാല്യൂ വന്നിട്ടുണ്ട് 50,000 റുപ്പീസ്. അപ്പം ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സാർ ഇതെന്താ 4 എടുത്തേക്കുന്നത്, 4 വർഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു ചോദ്യമാണ്, എടാ ഇൻ ദ ഫസ്റ്റ് ഇയർ 50,000 രൂപ, അറ്റ് ദ ഇയർ എൻഡ് അടുത്ത ഇയറിലായിരിക്കും എന്ത് വരുന്നത്, നമുക്ക് 55 വരുന്നത്. ഇത് ഫസ്റ്റ് ഇയറിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, എമൗണ്ട് കൂടത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, എൻഡാണ്, എല്ലാം എൻഡ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ 4 വർഷം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൾറെഡി എന്ത് ചെയ്തു, 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് ചെയ്തെടുത്താണ് എന്ത് കിട്ടുന്നത്, ഈ 50,000 രൂപ. ഓക്കെ ആണോ? ഇനി ലയബിലിറ്റിക്കകത്തോട്ട് അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റിനകത്തോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ 50,000 ഇൻറ്റു 1+ എത്രയാണോ എസ്കലേഷൻ റേറ്റ് 4 നമ്മൾ അടിക്കുമ്പോഴത്തേന് എത്ര കിട്ടും, 73,205 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ 5th ഇയർ എൻഡിൻ്റെ എന്ത് വരുന്നത്, എംപ്ലോയി ബെനിഫിറ്റ് വരുന്നത്. അതിൻ്റെ 10% ചെയ്യുക. 10% 7,320 വരും. ദെൻ അത് എത്ര ഇയർ കംപ്ലീറ്റ്, 5 ഇയർ. ദെൻ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് 36,600 രൂപയായിരിക്കും. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ എന്താ, ഈ 36,600 രൂപ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റി നമ്മൾ എത്ര 5ാമത്തെ ഇയറിൽ എംപ്ലോയിക്ക് കൊടുക്കും. ഓക്കെ ആണോ? ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇയർ 1, 2, 3, 4, 5 ഈ 5 വർഷത്തെ റിലേറ്റ് ചെയ്തെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, P&Lനകത്ത് വരണം ലയബിലിറ്റി ആയിട്ട്, എക്സ്പെൻസ് ആയിട്ട്. ദെൻ അതെന്ത് ചെയ്യണം, നമ്മൾ ലയബിലിറ്റി ആയിട്ട് ബുക്കും ചെയ്യണം. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തെ എങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്? എടാ ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 5th ഇയറിലെ എൻഡിലെ ഫിഗറാണ്. ഓക്കെ ആണോ? നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കൽ യൂസ് ചെയ്തിട്ടില്ല, ഫ്യൂച്ചർ വാല്യൂവിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ആ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 വർഷത്തെ ആ ഒരു എക്സ്പെൻസ് എത്ര ആയിരിക്കും വരുന്നത്, 36,600 ഡിവൈഡ് ബൈ 5 ആയിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് 7,320. ഇതിൻ്റെ 5 രൂപ അത് റൗണ്ട് ഓഫിൽ പോവാം. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. 7,320 അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. യെസ്. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ
ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഫിഗറാണ് ഇത്. അഞ്ചാമത്തെ ഇയറിൽ എന്തായിരിക്കും? സെയിം ഫിഗർ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്യൂച്ചർ വാല്യൂ ആണ് കൺസിഡർ ചെയ്തത്, അതിനെയാണ് ഡിവൈഡ് ബൈ 5 ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷത്തെ ഗ്യാപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ നിന്ന് അത്ര എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് നമ്മൾ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിനകത്തോട്ട് വരികയാണ്. ഓക്കെ ആണോ? ദെൻ നമ്മൾ ഇവിടെ നിന്നിട്ട് 4-നകത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അറ്റ് ദ 8% വരുന്നത്. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോഴത്തേനും നമുക്ക് കിട്ടും. നമ്മളിപ്പം എന്തിനകത്തോട്ട് വരികയാണ്? നമ്മുടെ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് ബ്രിങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ? ഇപ്പം പറയുകയാണെങ്കിൽ 1/1.08 8% ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഡിസ്കൗണ്ടിങ് വരുന്നത്. സാർ നേരത്തെ 0.1 വെച്ചിട്ടാണല്ലോ ചെയ്തത്. എടാ അത് സാലറി എസ്കലേഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ സാലറി കൂടുന്നതിൻ്റെ കാര്യമാണ്. എടാ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആകെ ഉള്ളത് 50,000 രൂപ. ഇതിനെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിനകത്തോട്ട് കൊണ്ടുപോയി 73,205 രൂപയായി. ദെൻ ഈ ഫിഗറിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ബോണസ് കണ്ടുപിടിച്ചു. ബോണസ് ഫ്യൂച്ചർ വാല്യൂ ആണ്. ഈ ഫ്യൂച്ചർ വാല്യൂവിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൊണ്ടുവന്നു. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഫിഗർ എങ്ങനെ കിട്ടും സാർ? നമ്മൾ പ്രസൻറ്റ് വാല്യൂ മാറ്റുന്നു. ഇങ്ങനെ 1 + 1.6 അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിനകത്ത് എത്ര? 0.8 വരും. ഓക്കെയാണോ? ചെയ്യുമ്പോൾ എത്ര വരും? 0.926 വരും. ദെൻ വീണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടും? ദെൻ ഈ ഒരു കോളം നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, അറിയത്തില്ല എങ്ങനെയാവട്ടെ. ഓക്കെയാണോ? ദെൻ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 31,568 മാത്രമേ ഉള്ളൂ. 31,568. ഈ 31,568 സാർ അതെന്താ? നമ്മൾ പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്തപ്പോൾ 31,568 വരുന്നുള്ളൂ. ബട്ട് നമ്മളുടെ ലയബിലിറ്റി വരുന്നത് 36,600 ആണ്. അപ്പം ഇത് വ്യത്യാസം എന്താണ്? ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ ആണോ? ഈ പ്രസൻറ്റ് വാല്യൂ ടു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ ടു ഫ്യൂച്ചർ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഫിഗർ എന്താണ്? ഇത് ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ബാങ്കിൽ 50,000 രൂപ ഇടുന്നു. ഈ ഒരു കേസ് നോക്കണ്ട, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ വരുന്നു 50-നെ 55,000 ആവും. 50,000 ടു 55,000 ഇവിടെ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് ഈ ഒരു കേസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാൻ അല്ല നോർമൽ സെൻസിനകത്ത് പറഞ്ഞു. ഈ 5,000 രൂപ ബാങ്കിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ വർഷം പോയി ബാങ്കിൽ നോക്കി 50,000 രൂപ ആണ് നമ്മൾ ഇട്ടത്. ഈ 50,000 രൂപ അറ്റ് ദ ഇയർ എൻഡിൽ പോയി നോക്കിയപ്പോൾ 55,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇത് സെയിം കൈൻഡ് ഇവിടെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷനാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഫ്യൂച്ചർ വാല്യൂ ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിനകത്ത് എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് ഇയറിനകത്ത് എക്സ്പെൻസ് വരുന്നത് P&L-നകത്ത് കാണിക്കുന്നത് 5,380 രൂപ. നമ്മുടെ കറണ്ട് ഇയർ സർവീസ് കോസ്റ്റ് അതെന്ന് പറയുന്നത് 5,380 രൂപ. പ്രസൻറ്റ് വാല്യൂ ഓഫ് DBO ഇതെന്താണ്? ലയബിലിറ്റി കൂടി, എക്സ്പെൻസ് കൂടി. പേയ്മെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല. പേയ്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത്? അതിൻ്റെ 5th ഇയർ എൻഡിലായിരിക്കും നടക്കുന്നത്. അടുത്തത് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കും? അടുത്ത ഫിഗർ എന്ന് പറയുന്നത് 5,810 രൂപയായിരിക്കും. അപ്പം അടുത്ത വർഷം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടത് എത്ര? 5,810 രൂപ. ദെൻ നമ്മുടെ DBOയ്ക്ക് എത്ര ആയിരിക്കും വരുന്നത്? നമ്മളുടെ ഇൻട്രസ്റ്റും കൂടെ ചേർന്ന ഫിഗർ ആയിരിക്കും വരുന്നത്. ഇൻട്രസ്റ്റ് എങ്ങനെ സാറേ കണ്ടുപിടിക്കുന്നത്? ഈ കിടക്കുന്ന എമൗണ്ടിൻ്റെ 8% ആയിരിക്കും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. സാർ അതെങ്ങനെ? ഇവിടെ ഫസ്റ്റ് ഇയറിനകത്ത് നമ്മൾ എത്ര രൂപ കൊണ്ടുവന്ന് ബാങ്ക് ഇട്ടു? 50,000 രൂപ. ഇയർ എൻഡ് വരുമ്പോൾ 55,000 രൂപ വന്നു. ഈ 5,000 രൂപ എങ്ങനെ കിട്ടി? ഈ കിടക്കുന്ന 50,000-ൻ്റെ 10% ആയിരിക്കും. ഓക്കെ ആണോ? ദ സെയിം കൈൻഡ് നമ്മുടെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സ്പെൻസ് ഓർ ലയബിലിറ്റി 5,380. ഇതിൻ്റെ 8% എന്ത് ചെയ്തേക്കുന്നത്? മാറ്റം വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് വന്നേക്കുന്നത്. അതെന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. എടാ നമ്മൾ എന്താണ് ആ ഒരു ലയബിലിറ്റി ഫ്യൂച്ചർ വാല്യൂവിനകത്തോട്ട് എത്തിക്കണം നമുക്ക്. അപ്പോൾ ഇൻ ബിറ്റ്വീനുള്ള ഈ ഫിഗർ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റിനെ അതിനെയും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ 36,660 ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ ആണോ?
ഇനി ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താ, നമ്മുടെ കറണ്ട് ഇയറിലെ സർവീസ് കോസ്റ്റ് എത്ര വന്നേക്കുന്നത് 5810. നമ്മുടെ എക്സ്പെൻസ് കൂടി ഇതിൻ്റെ ഇടയിലുണ്ടായ ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇന്നും കൂടി നമ്മുടെ ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ അത്രയും കൂടെ കൂടി 6240 ആവും. ഓക്കെ ആണോ? നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ 11,620 ആയിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്, ലയബിലിറ്റി വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ഇയർ എത്ര ഫിഗർ വന്നേക്കുന്നത്? 6,280. സെയിം കൈൻഡ് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു 8%. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തേക്കുന്നത് എന്താണ്, നമ്മുടെ DPO എത്രയാണ് കിടക്കുന്നത്, DPOയുടെ ക്ലോസിംഗ് ബാലൻസ് നോക്കുക. ക്ലോസിംഗ് ബാലൻസ് എത്ര ഇപ്പം 11,620. 11,620 ഇൻറ്റു 0.08 അല്ലെങ്കിൽ 8%. ദാറ്റ് കംസ് ടു 929.6. ഓക്കെ ആണോ? അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് എക്സ്പെൻസും കൂടെ വന്നു, നമ്മൾ DPO അത്രയും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയർ ആ ഒരു ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും വരുന്നത്? 18,829. ഇവിടെ ഈ DPO ഇൻക്രീസ് ചെയ്യുക, ഇതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. 36,600 എത്തിക്കുക. ഓക്കെ ആണോ? ദെൻ ഇയർ 4 എത്ര വരുന്നത്? 6,778. യെസ്. ഈ 18,829 8% എത്ര? 1,506 രൂപ. ഇതായിരിക്കും ഇപ്രാവശ്യത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് വരുമ്പോഴത്തേനും നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് DPO ഈ വർഷത്തെ എത്ര ആയിരിക്കും വരുന്നത്? 8,284. ഓക്കെ ആണോ? അപ്പം ഇവിടെ വന്ന് ഇൻക്രീസ് എന്താണ്, ഇത് ലാസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മുടെ ലയബിലിറ്റി ഇത്ര കിടപ്പുണ്ട് ക്ലോസിങ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ 8,286 കൂടെ കൂടി. ദാറ്റ് കംസ് ടു 27,113 രൂപ. ഓക്കെ ആണോ? ദെൻ ഇയർ 5 എന്താ സംഭവിച്ചേക്കുന്നത്, നമ്മളുടെ അന്നത്തെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്ത് ഇവിടുത്തെ വാല്യൂ ഫാക്ടർ എത്ര? 1 ആണ്. കാരണം ഫ്യൂച്ചറിലെ വാല്യൂ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. യെസ്. ഈ എമൗണ്ട് പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് 27,113 8%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,169. ദെൻ നമ്മുടെ ഇപ്രാവശ്യത്തെ ലയബിലിറ്റി എത്ര ആയിരിക്കും? 9,489. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ ഇതെന്താണ് അങ്ങോട്ടൊരു പിടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയാണ്. ഓക്കെ ആണോ? വീണ്ടും കാണുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്ത് നോക്കുക. സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് ഈസി ആയിട്ട് കിട്ടും. ദെൻ നമുക്ക് ഓൾറെഡി ബാലൻസ് ഷീറ്റിനകത്ത് 27,113 രൂപ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാവശ്യത്തെ ലയബിലിറ്റി നമ്മുടെ ലയബിലിറ്റി അതും കൂടെ കൂട്ടുമ്പോഴത്തേന് എത്ര വരും? 36,602 രൂപ വരും. 2 രൂപ റൗണ്ട് ഓഫ് ഡിഫറൻസ്. ദെൻ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു ബോണസ് പേയബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? യെസ്. നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് ഫിഗർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യും. ബട്ട് ഇൻ ദ ഇയർ എൻഡിൽ, 5th ഇയറിൽ എൻഡിൽ മാക്സിമം നമ്മൾ എത്ര ഈ ഒരു ഫിഗറിനകത്തോട്ട് എത്തിക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദ പ്രോസസ്സ് അതാണ് വരുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഇയർ എൻഡിൽ ലയബിലിറ്റി ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്ന് കൺസിഡർ ചെയ്തു. ഈ ഫ്യൂച്ചർ വാല്യൂവിനെ നമ്മൾ ഓരോ വർഷത്തേക്കും എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഫ്യൂച്ചർ വാല്യൂ പെർ ഇയർ കിട്ടി. ഈ പെർ ഇയറിനെ നമ്മൾ എന്ത് ചെയ്തു, പ്രസന്റ് വാല്യൂ പെർ ഇയർ ആക്കി. ഇൻ ബിറ്റ്വീനുള്ള ഡിഫറൻസ് എന്തായിരിക്കും, അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും കാര്യമായിരിക്കും അതിനകത്ത് ഉള്ളത്. ഓക്കെ, പക്ക ക്ലിയർ.